ഇത് ഇനി മധ്യ കേരളത്തിലേക്ക് പോയാൽ അവിടെ ആജ്ഞ രവീന്ദ്രൻ അതിന്റെ വിശദാംശങ്ങൾ നൽകും. ആജ്ഞ, പ്രധാനമായും എവിടെയൊക്കെയാണ് കൗണ്ടിംഗ് സ്റ്റേഷനുകൾ, എന്താണ് മധ്യ കേരളത്തിലെ ഫലം? ഈ പറയുന്നത് പോലെ അതും നിർണായകമാണല്ലോ, പ്രത്യേകിച്ചും UDF ഉറ്റുനോക്കുന്ന ഇടമാണ്. അപ്പോൾ എന്താണ് അവിടുത്തെ കാര്യങ്ങൾ? തെരഞ്ഞെടുപ്പിന്റെ ചിത്രം തെളിയാൻ അവസാന മണിക്കൂറുകൾ മാത്രം നിലനിൽക്കും. റൈറ്റ്, ആജ്ഞ കൊച്ചിയിൽ നിന്നും അല്പസമയത്തിനകം തന്നെ വിവരങ്ങൾ പങ്കുവയ്ക്കും. ആജ്ഞ, കേട്ടിരുന്നോ എന്താണ് പ്രധാനപ്പെട്ട വിവരങ്ങൾ? മധ്യ കേരളത്തിൽ മുന്നണികളുടെ കണക്കുകൂട്ടലുകൾ, പ്രതീക്ഷകൾ, ഒപ്പം പ്രധാനപ്പെട്ട കൗണ്ടിംഗ് സ്റ്റേഷനുകൾ എവിടെയൊക്കെയാണ്, എപ്പോഴൊക്കെയാണ് റിസൾട്ട് നൽകാനുള്ള വിവരങ്ങൾ നൽകാനുള്ള ക്രമീകരണങ്ങളൊക്കെ പൂർത്തിയായിട്ടുണ്ടോ അവിടെ? പ്രധാനമായും എറണാകുളത്തെ സംബന്ധിച്ചിട്ട് എറണാകുളത്തെ 14 മണ്ഡലവും ഇത്തവണ UDF-ന്റെ പോക്കറ്റിലാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് UDF ഉള്ളത്. 9-5 എന്നുള്ള കക്ഷിനിലയാണ് ഇവിടെ എറണാകുളത്ത് ഉള്ളത്. LDF-ന് 5ഉം UDF-ന് 9ഉം എന്നുള്ള കക്ഷിനിലയാണുള്ളത്. LDF-നെ സംബന്ധിച്ചിട്ട് ഈ 5 സിറ്റിംഗ് സീറ്റുകൾ നിലനിർത്തുകയും 6ാമതൊന്നും കൂടി തൃപ്പൂണിത്തുറ മണ്ഡലം കൂടി പിടിച്ചെടുക്കുമെന്നുള്ള ഒരു ക്ലാരിറ്റി കൂടിയാണ് LDF മുന്നോട്ട് വയ്ക്കുന്നത്. അതിൽ ആശങ്കയില്ല എന്ന് തന്നെയാണ് അല്പം മുമ്പ് ഇടതുപക്ഷ സ്ഥാനാർത്ഥി കെ ഉണ്ണികൃഷ്ണൻ നമ്മളോട് പ്രതികരിച്ചത്. അങ്ങനെ നേരത്തെ തന്നെ പാർട്ടി വൃത്തങ്ങളിൽ നിന്നും അത്തരത്തിലുള്ളൊരു അസസ്മെന്റ് വന്നിരുന്നു. LDF പ്രധാനമായിട്ടും 6 മണ്ഡലങ്ങൾ പിടിക്കുന്ന, തൃപ്പൂണിത്തുറ കൂടി പിടിക്കുന്ന സിറ്റിംഗ് മണ്ഡലങ്ങൾ നിലനിർത്തുമെന്ന്. അതേസമയം കഴിഞ്ഞ ദിവസം കുന്നത്തനാടുമായി ബന്ധപ്പെട്ട ചില ആശങ്കകൾ പാർട്ടി തന്നെ മുന്നോട്ട് വയ്ക്കുന്ന സാഹചര്യമുണ്ടായി. 5000-ലധികം വോട്ടുകൾ കുന്നത്തനാട് കുറവുള്ളതായിട്ടാണ് താഴെത്തട്ടിൽ നിന്നുള്ള കണക്കുകൂട്ടൽ. ആ തരത്തിലുള്ള കണക്കുകൂട്ടൽ അനുസരിച്ചിട്ട് കുന്നത്തനാട് നമുക്കറിയാം ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന ഒരു മണ്ഡലമാണ് കുന്നത്തനാട്. പ്രത്യേകിച്ചും 2020യുടെ സ്ഥാനാർത്ഥിയാണ്. 2020ക്ക് ആ മണ്ഡലത്തിൽ 4 പഞ്ചായത്തുകൾ കൈവശമുള്ള പാർട്ടി കൂടിയാണ്. അതുകൊണ്ട് തന്നെ 2020യും BJPയും കൂടി അലയൻസായി NDAയുടെ സ്ഥാനാർത്ഥിയായിട്ട് കുന്നത്തനാടിനെ NDA സ്ഥാനാർത്ഥിയെ നിർത്തുന്ന ഒരു സാഹചര്യത്തിൽ തന്നെ കുന്നത്തനാടിന്റെ വോട്ടുകൾ എങ്ങോട്ട് പോകുമെന്നുള്ളൊരു ആശങ്ക മറ്റ് 2 മുന്നണികൾക്കും ഉണ്ട് എന്നുള്ളതാണ്. അതേസമയം PP സജീന്ദ്രനുള്ള സാധ്യത UDF തീരെയും തള്ളിക്കളയുന്നില്ല. അതേസമയം തന്നെ പാർട്ടിയുടെ ഈ കണക്കിന് കൂട്ടലിനെതിരെ PV ശ്രീരഞ്ജൻ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്ക് പോസ്റ്റുമായി രംഗത്ത് വന്നിരിക്കുന്ന സാഹചര്യം കൂടെ 554 വോട്ടുകൾ കൃത്യമായി അങ്ങനെ ഒരു സംഖ്യ മുന്നോട്ട് വെച്ചിട്ടാണ് PV ശ്രീരഞ്ജൻ ഫേസ്ബുക്ക് പോസ്റ്റ് മുന്നോട്ട് വെക്കുന്നത്. ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നത് അങ്ങനെയാണ്. അതിനുശേഷം 554 എന്ന് ചിലപ്പോൾ ഒരു 0 കൂടി ചേർത്തേക്ക്, അതായത് 5540 വോട്ടുകളും ആയേക്കാമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. അതേസമയം ഇന്ന് ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾ അത് തള്ളിക്കളയുന്ന ഒരു സാഹചര്യം. PV ശ്രീരഞ്ജന് മണ്ഡലം നഷ്ടമാകുമെന്നല്ല പറയുന്നത്, വോട്ടുകൾ കുറയാനുള്ള സാധ്യത മാത്രമേ പാർട്ടി കണക്കിലെടുത്തിട്ടുള്ളൂ. അത്തരത്തിൽ നോക്കുമ്പോൾ ഈ LDF-നെ സംബന്ധിച്ച് കൂടുതൽ സീറ്റുകളാണ് LDF ലക്ഷ്യമിടുന്നത്. LDF കൂടുതൽ പ്രതീക്ഷ പ്രകടിപ്പിക്കുന്നത് കൂടുതൽ സീറ്റുകളിലേക്കാണ്. അതുപോലെ തന്നെ UDF-നെ സംബന്ധിച്ചിട്ട് ഈ 14 മണ്ഡലങ്ങളിലും UDF, അതായത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ മണ്ഡലങ്ങൾ നേടിയിട്ടുള്ള ജില്ല എന്നുള്ള ഖ്യാതി കൂടി എറണാകുളത്തിന് ഉണ്ടാകണമെന്നുള്ളതാണ് അല്പം മുമ്പ് DCC പ്രസിഡന്റ് നമ്മളോട് പ്രതികരിച്ച അദ്ദേഹം കൊച്ചി മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി കൂടിയാണ്. കൊച്ചി മണ്ഡലത്തെ സംബന്ധിച്ചിട്ട് KJ മാക്സി അവിടെ LDF-ന്റെ സിറ്റിംഗ് MLA ആയതുകൊണ്ട് KJ മാക്സിക്കെതിരെ, അതായത് മണ്ഡലം തിരിച്ചുപിടിക്കണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി തന്നെയാണ് ഇത്തവണ UDF ഈ ഷിയാസിനെ അവിടെ സ്ഥാനാർത്ഥിയാക്കി നിർത്തുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അത് ഷിയാസ് എന്ന് പറയുന്ന സംഘടന തലപ്പത്തിരിക്കുന്ന ഒരാൾ, DCC പ്രസിഡന്റ് ആയിരിക്കുന്ന ഒരാൾ, അദ്ദേഹത്തിന് താഴേക്കിടയിലുള്ള വോട്ടുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തങ്ങളുടെ അക്കൌണ്ടുകളിലേക്ക് എത്തിക്കാമെന്നൊരു പ്രതീക്ഷ UDF-നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവസാന ഘട്ടത്തിൽ DCC പ്രസിഡന്റ് തന്നെ കൊച്ചിയിൽ എത്തുന്നത്. കളമശ്ശേരി ആയിരുന്നു ആദ്യം തീരുമാനിച്ചിരുന്ന ഒരു ഘട്ടം. അത് മാറിമറിഞ്ഞു. പിന്നീട് കൊച്ചിയിലേക്ക് വരുന്ന ഒരു സാഹചര്യം ഉണ്ടെന്നതിന് വലിയ പ്രതീക്ഷയാണ് കൊച്ചിയിൽ കോൺഗ്രസും ഷിയാസും മുന്നോട്ട് വയ്ക്കുന്നത്. അങ്ങനെ എറണാകുളം മുഴുവൻ UDF-ന്റെ പോക്കറ്റിലാക്കുമെന്നുള്ള പ്രതീക്ഷയും അതുപോലെ തന്നെ LDF ഈ സിറ്റിംഗ് സീറ്റുകൾ നിലനിർത്തുകയും എന്ന് പ്രതീക്ഷിക്കുന്നു. LDF-ഉം UDF-ഉം എല്ലാം. എന്താണെങ്കിലും ആജ്ഞയാണ് കൊച്ചിയിൽ ചേർന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.